Hello. Welcome to Market Discussion of the Day. Today, 12th of March 2026, Wednesday, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും, അല്ലെങ്കിൽ ബേസിക്സ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള റിക്വസ്റ്റ് എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. 1 മണിക്കൂറത്തെ ക്ലാസ്സാണ്. മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ക്ലാസ്സസ് നടക്കുന്നത്. 7 ദിവസമായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. ഓക്കെ, സോ ആ ഒരു സമയത്ത് എല്ലാ ദിവസവും കയറാൻ പറ്റും എന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയയ്ക്കുക എന്നുള്ളതിൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്കറിയാം ഗോൾഡ് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, വാർ നടക്കുന്നുണ്ട് അല്ലേ. സോ എന്നിട്ടും എന്തുകൊണ്ടാണ് ഗോൾഡിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ മുകളിലോട്ട് കയറി പോവാത്തത്? അത് എക്സ്പെക്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ വെറുതെ ഗോൾഡിൽ ബൈ ഒക്കെ ഇട്ട് ഒരുപാട് ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇന്നലെയൊക്കെ അടിച്ച് പോയിട്ടുണ്ടാവാം അല്ലേ. സോ ഇതെല്ലാം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എന്താണ് ഇത്രയും വലിയ വാറുകളൊക്കെ ആയിട്ടും എന്തുകൊണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നില്ല? സാധാരണ ഗോൾഡിൻ്റെ പ്രൈസൊക്കെ മുകളിലോട്ട് പോകേണ്ട സമയമായില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലേ. സോ അതിൽ മെയിനായിട്ടും പറയാനായിട്ടുള്ള കാര്യങ്ങൾ മിക്സഡ് ഡേറ്റയാണ്. നമ്മൾ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് ഗോൾഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂസ് വരുന്നുണ്ടെങ്കിൽ, പക്ഷേ US നിന്ന് എക്കണോമിക് ന്യൂസ് വരുന്നതെല്ലാം നമ്മുടെ US ഡോളറിനെ സപ്പോർട്ട് ചെയ്ത് ഗോൾഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ന്യൂസുകൾ വരുന്നത്. സോ ആ ഒരു റീസൺ കൊണ്ടിട്ടാണ് ആക്ച്വലി ഗോൾഡ് എവിടെയും പോകാതെ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, സോ വാർ നടക്കുന്നത് കൊണ്ടിട്ടാണ് ആക്ച്വലി ഗോൾഡ് ഇവിടെ തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഗോൾഡൊക്കെ ഒറ്റയടിക്ക് താഴോട്ട് പോകേണ്ടതൊക്കെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. സോ ബേസിക്കലി നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഈ ഒരു മൺഡേക്ക് മുന്നേ ആയിട്ട് നമ്മളുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വാർ അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ സുപ്രീം ലീഡറിൻ്റെ മകൻ ഇറാൻ സുപ്രീം ലീഡർ ആവുകയും സോ അതിനുശേഷം വാർ അവസാനിക്കാത്തൊരു സിറ്റുവേഷനിലോട്ടൊക്കെ പോവുകയും ചെയ്യുന്നു അല്ലേ. സോ ഇത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താ വെച്ചാൽ, നമുക്കറിയാം ബാക്കിയുള്ള അപ്ഡേറ്റുകളെ കുറിച്ചെല്ലാം നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താ വെച്ചാൽ, ഇറാൻ നമ്മുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് പറഞ്ഞ ആ ഒരു കടൽപാതയിൽ, അല്ലെങ്കിൽ ആ ഒരു കപ്പലുകൾ പോകുന്ന എണ്ണക്കപ്പലുകൾ പോകുന്ന ആ ഒരു കടൽപാതയിൽ മൈൻസ് ഇട്ടിട്ടുണ്ട്, ഡേഞ്ചറസ് ആയിട്ടുള്ള മൈൻസ് ഇട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു ന്യൂസാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ അത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ലാസ്റ്റ് 24 hours നടന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഉറപ്പായിട്ടും മാർക്കറ്റ് ഇതൊരു ഭയങ്കരമായൊരു ടെൻഷൻ കൂട്ടുന്ന ഒരു കാര്യം കൂടെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ ആ ഒരു കാര്യം കൊണ്ടിട്ടാണ് ഗോൾഡ് ക്രാഷ് ആവാതെ ഇവിടെ തന്നെ പിടിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ ഫെഡ് ചെയർ ജെറോം പവലിനെതിരെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ബേസിക്കലി ഫെഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും പൊളിറ്റിക്കലായിട്ട് ഇടപെടലുകൾ ഉണ്ടാവത്തില്ലായിരുന്നു മുന്നേ. ഓക്കെ, സോ അതൊരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുകയും അത് ബേസിക്കലി ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കുകയും അത് ഗോൾഡിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് ബേസിക്കലി അതും പൊളിറ്റിക്കലാണ്. സോ ജെറോം പവലും ഡൊണാൾഡ് ട്രംപ് വന്ന അപ്പം മുതലേ നമ്മൾ സംസാരിക്കാറുണ്ട്, അവർ തമ്മിൽ അത്ര നല്ലൊരു സുഖത്തിലുള്ള ആൾക്കാരല്ല എന്നുള്ളൊരു കാര്യം അല്ലേ. സോ പുള്ളിക്കെതിരെ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വരുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും വേറെ ഒരു പ്രസിഡന്റ് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഫെഡറൽ ചെയറിനെതിരെ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ നടത്താൻ പറ്റുമോ? അങ്ങനെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യം കൂടിയാണ്. ഓക്കെ, സോ ഇതെല്ലാം ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കുകയും ഗോൾഡിൻ്റെ പ്രൈസിനെ അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ CPIയുടെ ഡേറ്റ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോറക്സ് ഫാക്ടറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡിൻ്റെ അകത്ത് നിന്ന് വൈകുന്നേരം 6:30 മുന്നേ ആയിട്ട് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ 2.4 നമ്മൾ ഫോർകാസ്റ്റും അതേപോലെ പ്രീവിയസും 2.4% ആയിരുന്നു. അതേപോലെ ആക്ച്വലും 2.4% തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ CPIയുടെ ഡേറ്റ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളൊരു ഡേറ്റ തന്നെയായിരുന്നു. സോ ഈ ഒരു കാര്യം നമ്മുടെ ഫെഡറൽ റിസർവിന്
ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി കുറവാണ് എന്നുള്ളതാണ് ഈ ഒരു ഡേറ്റ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാത്തത്, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്നുള്ളത് ഗോൾഡിന് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ US$ സ്ട്രെങ്തൻ ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. സോ ഇതിലൂടെ US$ സ്ട്രെങ്തൻ ആവുകയും ഗോൾഡ് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ബാക്കിയുള്ള വേറെ പുറത്തുള്ള രാജ്യങ്ങൾക്ക്. ഓക്കെ, സോ നമുക്ക് ഇന്ത്യയിൽ നിന്ന് $ന്റെ വില കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് ഗോൾഡ് മേടിക്കാനായിട്ടുള്ള എക്സ്പെൻസീവ് ആവുകയാണ് അല്ലേ. വേറെയുള്ള രാജ്യങ്ങളിൽ ഗോൾഡ് വാങ്ങാനായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളൊരു കാര്യം ഗോൾഡിൻ്റെ പ്രൈസ് വീണ്ടും കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓയിൽ പ്രൈസ് $100 മുകളിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു പെർ ബാരലിന്. ഓക്കെ, സോ ആ ഒരു വാർ ടെൻഷൻ മൂലം. സോ അത് ബേസിക്കലി എന്താ പറയുക, ഇൻഫ്ലേഷൻ കൂട്ടും. അതായത് നമ്മുടെ ഓയിൽ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഗ്യാസ് പ്രൈസ് കൂടും, അതിലൂടെ ഇൻഫ്ലേഷൻ കൂടും അല്ലേ. സോ ഈ ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് ഫെഡറൽ റിസർവ് മൈറ്റ് റേസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടായത് കൊണ്ടിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് ആക്ച്വലി എന്ത് സംഭവിച്ചു, 5200 താഴെയായിട്ട് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി ഞാൻ പറയുന്നത്. പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നമ്മളെ ഗോൾഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂസ് ആണെങ്കിൽ, എക്കണോമിക് പരമായിട്ടുള്ള ന്യൂസുകൾ, US നിന്ന് വരുന്ന ന്യൂസ്, $ന്റെ സ്ട്രെങ്തൻ കാരണമൊക്കെ ഗോൾഡിൻ്റെ റേറ്റ് താഴോട്ട് പോവുകയും ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് മാർക്കറ്റ് ഇങ്ങനെ നിന്ന് കളിക്കുന്നത്. ഒരു ഓവറായിട്ട് മുകളിലോട്ടും പോകുന്നില്ല, ഓവറായിട്ട് താഴോട്ടും പോവാതെ ഗോൾഡ് ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നമ്മളുടെ ന്യൂസ് അല്ലെങ്കിൽ നമ്മളുടെ ഫണ്ടമെൻ്റൽസിലോട്ട് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ നേരെ ടെക്നിക്കൽസിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഗോൾഡിൽ ഇന്നലെ നമ്മൾ എന്ത് പറഞ്ഞു, ഗോൾഡിനകത്ത് CPIയുടെ ഡേറ്റ വരുന്നുണ്ട്, ആ ഒരു സമയത്ത് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അല്ലേ. സോ ഇതാണ് നമ്മളുടെ CPIയുടെ ഡേറ്റ വരാൻ നേരത്തുള്ളൊരു ക്യാൻഡിൽ. ഓൾമോസ്റ്റ് മാർക്കറ്റ് താഴെ വന്നു. ഓൾമോസ്റ്റ് എത്രയാണ്, ഇതിൻ്റെ ഡേറ്റ വന്നതിന് ശേഷം 49 വരെ വന്നിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ, ഇതിന് മുന്നേയായിട്ട് ഈ ഡേറ്റ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഓൾമോസ്റ്റ് മാർക്കറ്റ് 96 വരെ പോയി, പിന്നീട് അത് 66 വരെ പോയി, തൊട്ടടുത്ത ക്യാൻഡിൽ 49 വരെ പോയി. നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് 48 കേട്ടോ. ആ സ്റ്റോപ്പ് ലോസ് അപ്പോഴും ഹിറ്റായിട്ടില്ല. പിന്നീടാണ് മുകളിലോട്ട് കയറി 95 വരെ വീണ്ടും പോയി. ഓക്കെ, സോ അങ്ങനെ ഒരു സംഭവം നമുക്ക് നടന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സോ ബേസിക്കലി സ്റ്റോപ്പ് ലോസ് ഇടുന്നതിൻ്റെ എന്താ പറയുക, ആ ഒരു സ്റ്റോപ്പ് ലോസ് ഇടാൻ നേരത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഇടണം. ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ കുറച്ച് വൈഡായിട്ട് ഇടണം എന്നുള്ളൊരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ. സോ അത് നോക്കി തന്നെ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു CPIയുടെ ഡേറ്റ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്ത് പോവുകയും ചെയ്യണം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ USD JPYയിലോട്ട് നോക്കാം. സോ അതിന് മുന്നേ ആയിട്ട് നമ്മൾ പല ആൾക്കാരും ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ ഏതാണെന്നുള്ള കാര്യം ചോദിക്കുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോവൽ ചെയ്യാനായിട്ടൊക്കെയുള്ള ബ്രോക്കർ ഏതാണെന്ന് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് നമുക്ക് വിഡ്രോവൽ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കമ്പനി തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏതൊരു ബ്രോക്കർ നിങ്ങൾ എടുക്കുകയാണെങ്കിലും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ആ കമ്പനിയുടെ റെഗുലേഷനാണ്. നമ്മുടെ റെഗുലേഷൻസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ UAE ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള SIC, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCയുടെ റെഗുലേഷൻസ് ഒക്കെയുള്ള ബ്രോക്കറാണ് നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ കമ്പനി ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. $100,000 വരെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്പോൺസർഷിപ്പ് ഇവിടെ നമ്മുടെ UAE ടീമിനെ സ്പോൺസർ ചെയ്യുന്ന ക്രിക്കറ്റിൽ വേൾഡ് കപ്പിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്ത സ്റ്റാർ ട്രേഡറാണ്. അതേപോലെ തന്നെ നമ്മുടെ NBA സ്പോൺസേഴ്സാണ്. ഇങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പുകൾ ചെയ്യുന്ന PFLൻ്റെ സ്പോൺസർഷിപ്പാണ്. ഒരുപാട് സ്പോൺസർഷിപ്പുകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ കൂടെ തന്നെ അവർ കൊടുക്കുന്ന ഡെപ്പോസിറ്റ് ബോണസാണ് ഏറ്റവും ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി തരുന്നുണ്ട്. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് തരുന്നുണ്ട്. അതിൻ്റെ കൂടെ യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ
$1000 100% ബോണസ് കമ്പനി തരുന്നുണ്ട്. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ നേരത്ത് 20% ബോണസ് കമ്പനി തന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സ്റ്റാർട്ടർ റേറ്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് സ്റ്റാർട്ടർ റേറ്ററിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ഞാൻ ആക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റാറിൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേറെ ബ്രോക്കേഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്ത് തരികയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽസ് ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPYയിലോട്ട് വരാം. 159 നിൽക്കും. 159.08 മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് ഇന്നലെ നമ്മൾ 157 അവിടുന്ന് ബൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സോ 157 അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തു നിന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഓൾറെഡി പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം. ഓക്കെ, സോ 157 അവിടുന്ന് ആൾക്കാർ 150 ഇന്നലെ രാവിലെ നമ്മൾ 158 അടുത്ത് 157.9 അടുത്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. സോ 158 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ അവിടുന്ന് ബൈ ചെയ്ത് പോകാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. സോ അവരെല്ലാവരും ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. ഓക്കെ, അധികം നേരം എന്താ പറയുക, നമ്മൾ ആ ഒരു പ്രോഫിറ്റ് കൊണ്ട് നിൽക്കേണ്ട. കാരണം 159.2 ഒക്കെ ഉറപ്പായിട്ടും റെസിസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അടുത്തൊരു ലോങ്ങർ ടേമിൽ റെസിസ്റ്റ് ചെയ്യുന്നത് 160 പക്ഷേ എന്നാലും ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ പ്രോഫിറ്റ് എടുത്ത് മാറുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നും കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, കാരണം USD JPY ഒരു ഓവർബോട്ട് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. RSI നോക്കിക്കഴിഞ്ഞാൽ 63.57 നമുക്ക് നിൽക്കുന്നു അല്ലേ. സോ ബേസിക്കലി നമുക്കിപ്പോൾ തൽക്കാലം എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് 158 ലെവലിൽ വീണ്ടും കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞ് പോകാനായിട്ടുള്ളത്. ഓക്കെ, പുൾ ബാക്കിൽ നമുക്കൊരു 158 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് പോകും. 157.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അപ്പോൾ ഈ പറയുന്ന 159 റേഞ്ചിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ സപ്പോസ് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടി 159 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകും. 158.40 താഴെ സ്റ്റോപ്പ് ലോസ്, 160 അവിടെ എന്താ പറയുക TPയും 160 അടുത്തായിട്ട് TPയും വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മളുടെ GBP USDയിലോട്ട് വരുമ്പോൾ GBP USD ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കൊരു പുൾ ബാക്ക് കിട്ടി 1.3400 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞത് 1.3360 താഴെയായിട്ടാണ്. ആ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഹിറ്റായിട്ടില്ല. ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ചെറുതായിട്ടൊരു ബെയറിഷ്നെസ് കാണിക്കുന്നുണ്ട്. ട്രെൻഡ് ചെറുതായിട്ട് ഒരു ഷോർട്ട് ടേം ബെയറിഷ്നെസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ എക്കണോമിക് കലണ്ടർ ജസ്റ്റ് നോക്കിയില്ല. എക്കണോമിക് കലണ്ടറിനകത്ത് ഇന്ന് ന്യൂസുകൾ നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, സോ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. വൈകുന്നേരം 3 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ GBPനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. സോ അതിന് മുന്നേ ആയിട്ട് ഇന്നലെ നിങ്ങളെടുത്ത പൊസിഷൻസിനകത്ത് അറ്റ്ലീസ്റ്റ് വലിയ രീതിയിലുള്ള ലോസുകളൊന്നും ഇല്ല എങ്കിൽ അതെടുത്ത് മാറുന്നതായിരിക്കും ബെറ്റർ. ഈ ബെയ്ലിയുടെ സ്പീച്ചിന് മുന്നേ ആയിട്ട് മാറുന്നതായിരിക്കും ഒരു ബെറ്റർ കാര്യം കേട്ടോ. ഇല്ലെങ്കിൽ യു ക്യാൻ ഹോൾഡ് ദ പൊസിഷൻ ആൻഡ് ഇഫ് ദ സ്റ്റോപ്പ് ലോസ് ഇറ്റ് ദാറ്റ്സ് ഫൈൻ. ഓക്കെ, സോ അങ്ങനെ വിചാരിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, സോ വൈകുന്നേരം 7 മണിക്ക് നമുക്ക് 6 മണിക്ക് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. അതേപോലെ ബിൽഡിംഗ് പെർമിറ്റ്സ് ന്യൂസ് വരുന്നുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ്. 7 മണിക്ക് CB ലീഡിംഗ് ഇൻഡെക്സ്, അത് കുഴപ്പമില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക്. നാച്ചുറൽ ഗ്യാസ് സ്റ്റോറേജിൻ്റെ ന്യൂസ് 8 മണിക്ക് വരുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു വാറൊക്കെ നടക്കുന്നത് കൊണ്ടിട്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണുകയും ചെയ്യണം. ആ ഒരു അത് ഡയറക്റ്റ്ലി നമ്മുടെ ഗോൾഡിനെയൊക്കെ ചെറുതായിട്ടെങ്കിലും അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ
നമുക്ക് നേരെ നമ്മുടെ ഈ പറയുന്ന ജി ബി പിയിലോട്ട് വരുമ്പോൾ ജി ബി പിയിൽ ഇന്ന് ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ടായതുകൊണ്ടിട്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ബെയ്ലിയുടെ സ്പീച്ച് കാരണം എങ്ങാനും 1.3300 മാർക്കറ്റ് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, നേരെ മറിച്ച് നമുക്ക് ഇന്ന് അവസാനിക്കുന്നത് 1.3400 താഴെയും മാർക്കറ്റ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നതും 1.3400 താഴെ. നാളെ രാവിലെ 7 മണിക്ക് 7:30 മണിക്ക് ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 1.3400 താഴെയാണെങ്കിൽ നമുക്കൊരു സെൽ സൈഡ് ഒരു ചെറിയ രീതിയിൽ നമുക്ക് സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരാം. യൂറോ ഇന്നലെ നമ്മൾ ഓപ്പർച്യൂണിറ്റി ഒന്നും പറഞ്ഞില്ല, ഇന്നലെ ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം യൂറോ ഒരു ബെയറിഷ്നെസ് കാണിച്ചു. ഇല്ലായിരുന്നു നമ്മൾ ഉറപ്പായിട്ട് 1.16 അവിടെ ബൈ ചെയ്യാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്നലെ മാർക്കറ്റ് താഴോട്ട് വന്നപ്പോൾ ഓൾമോസ്റ്റ് 1.15304 വന്നു അല്ലേ. സോ ഞാൻ ഇപ്പോഴും പറയുന്നത് നമുക്ക് 1.1500 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി യൂറോയിൽ ഒന്നുള്ളതാണ്. ഓക്കെ, സോ 1.1500 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1440 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെക്കണം, കാരണം ഇച്ചിരി വൈഡൻ ചെയ്ത് വെച്ചിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, സോ 1.1500 എന്ന് പറയുമ്പോൾ ആ ഒരു വരച്ച് അവിടെ തന്നെ വന്ന് നിൽക്കും എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. 1.1500 എന്ന് പറഞ്ഞാൽ 1.1510 1.1520 അടുത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടിട്ട് തെറ്റുള്ള കാര്യവുമല്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് ആക്ച്വലി ഇപ്പം 5153 നമ്മൾ ഗോൾഡ് ഈസ് എന്താ പറയുക വലിയ രീതിയിൽ മുകളിലോട്ട് പോവാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ബേസിക്കലി എനിക്ക് ഗോൾഡിനെ കുറിച്ച് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് ഹൈ പോയത് 5183 വരെയാണ്, ഷാഡോ പോയത്, ലോ പോയത് 5125. ഓക്കെ, സോ ഹൈ ബോഡി പോയത് 5178 വരെയും പോയി, ലോ പോയത് 5134 വരെയും പോയി അല്ലേ ബോഡി പോയത് ആക്ച്വലി. സോ നമ്മുടെ ഇന്നത്തെ ഒരു ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5134 ടു 5130 ടു 5180 ഇന്നലത്തെ റേഞ്ച് ബിഫോർ US സെഷന് മുന്നേയായിട്ട്. US സെഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ബിഫോർ US സെഷൻ ഇതാണ് നമ്മളുടെ റേഞ്ച്. ഓക്കെ, സോ സേഫ് ആയിട്ടുള്ളൊരു ബൈ എൻട്രി നമുക്ക് US സെഷന് മുന്നേ ആയിട്ട് 5130 അടുത്തൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് നമുക്കൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടിട്ട് തെറ്റൊന്നുമില്ലാത്ത കാര്യമാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ 5130 അടുത്ത് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ 5120 താഴെയായിട്ട് ടൈറ്റായിട്ട് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം, ഇല്ലെങ്കിൽ 15 താഴെയായിട്ടൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. നമുക്ക് ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 1:1.5 റേഷ്യോയിലോ 1:2 റേഷ്യോയിലോ ഒക്കെ നമുക്ക് 1:2 റേഷ്യോയിലോ നമുക്ക് US സെഷന് മുന്നേ ആയിട്ട് 1:2 ഒന്നും പ്രതീക്ഷിക്കുന്നത് ആക്ച്വലി മണ്ടത്തരമാണ്. നമുക്കൊരു 1:1.5 റേഷ്യോ ഒക്കെ പ്രതീക്ഷിച്ചാലും മതിയാവും. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിൽ ഇന്നത്തെ ദിവസം പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഇന്ന് എന്താ പറയുക നമുക്ക് ഓക്കെ സോ നമുക്ക് ബേസിക്കലി നമ്മളുടെ അവർലി ക്യാൻഡിൽ 5130 താഴെയായിട്ട് 1-2 ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ ഒരു 4 അവർ ക്യാൻഡിലൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാർക്കറ്റ് വീണ്ടും ഒരു ബെയറിഷ് ട്രെൻഡിലോട്ട് പോവുകയും മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, സോ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ബൈ ചെയ്തിട്ടുള്ള പൊസിഷൻസ് ക്ലോസ് ചെയ്യുന്നത് കൊണ്ടിട്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ഇല്ലെങ്കിൽ ഓക്കെ, ലെറ്റ് ഇറ്റ് ഹാപ്പൻസ്, ലെറ്റ് ദ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് എന്ന് പറഞ്ഞ് എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് ഹിറ്റുള്ള ആൾക്കാർ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നത് ഒട്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് കൂടുതൽ ആൾക്കാരിലോട്ട് ഈ ഒരു വീഡിയോ എത്തിക്കണം എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. സോ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലോട്ടും ഈ ഒരു വീഡിയോ എത്തിക്കുക, കൂടുതൽ ആൾക്കാരെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.